മിസ്റ്റർ വേണുഗോപാൽജി, നിങ്ങളോടൊരു കാര്യം ഞാൻ ചോദിക്കുവാണ്. ഇലക്ഷന് വന്ന് ജയിക്കുകയില്ല എന്ന് ഉറപ്പില്ലാത്ത നിന്ന കോൺഗ്രസിനൊരു സമയമുണ്ടായിരുന്നു, ഇല്ലേ? അന്ന് സതീശൻ കാണിച്ച കരുത്ത്, ഒരു പ്രഭ ജനം തിരിച്ചറിഞ്ഞു, അങ്ങേരുടെ കൂട്ടത്തിൽ നിന്നു. അങ്ങനെ വലിഞ്ഞിട്ട് ആക്രമിക്കുന്ന സമയത്തും നിങ്ങളുടെ വായിൽ നിന്നും ഒരു വാക്കുരുപെട്ടിട്ടില്ല. എത്ര മതസംഘടനകളുടെ ആൾക്കാർ അങ്ങേരെ വലിഞ്ഞിട്ട് മുറുക്കി ഇവിടെ. ഇത് ജനം കാണുന്നുണ്ടായിരുന്നു. ആ ആള് തകർന്നടിച്ച കോൺഗ്രസിനെ കൈപിടിച്ച് ഉയർത്തി 102 സീറ്റ്, അതായത് 100 സീറ്റിന് മേളിൽ കൊണ്ടുവരുന്നു പ്രതിജ്ഞ ചെയ്ത്, അല്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞ ഒരു നേതാവ്. നിങ്ങൾ കോൺഗ്രസിൽ എത്ര പേരങ്ങനെ വെല്ലുവിളിച്ച് നിന്ന് അങ്ങനെ ഉണ്ടായിരുന്നു? ആരുടെ കയ്യിൽ നിന്നാണ് ഇത്ര സീറ്റ് പിടിച്ചെടുത്തത്? നിങ്ങൾ ഓർമ്മയുണ്ടോ? ന്യൂക്ലിയറിനെ പോലും വെല്ലുന്ന പവറുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കയ്യിൽ നിന്നാണ് സതീശൻ അത്ര സീറ്റുകൾ പിഴുതെടുത്തെങ്കിൽ അയാളുടെ വീറും പവറും എന്താണെന്ന് വേണു നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾക്കതിന് കഴിയില്ല. നിങ്ങൾ പറഞ്ഞില്ല 6 മാസം കൊണ്ട് ജനം ഇതൊക്കെ മറക്കും, ഞാൻ ചെയ്യുന്ന പെർഫോമൻസ് കൊണ്ട് ജയിക്കാൻ കഴിയുമെന്ന് ഒരു ന്യൂസിൽ കണ്ടായിരുന്നു ആരോ പറയുന്നത്. ഇത് പൊതുജനത്തിനെ വിഡ്ഢിയാക്കുന്ന ഒരു സംസാര ശൈലിയല്ലേ ആ ന്യൂസ് വന്നിരിക്കുന്നത്? അപ്പൊ ജനത്തിന് ഇത്രയും വിലയുള്ളൂ എന്നൊരു കൂടി ഈ ബുദ്ധിശൂന്യമായ ഒരു വാക്കാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഒരു നേതാവുണ്ട്, നിങ്ങളെ കൈക്കുമ്പിളിൽ കൊണ്ടു നടന്ന ഒരു മനുഷ്യൻ. ഇന്ന് അങ്ങേരുടെ മുഖത്ത് കണ്ടു, രക്തപ്രസന്നതയില്ലാതെ പലരുടെയും മുമ്പിൽ തല കുനിച്ച് നിൽക്കുന്ന ഒരു നേതാവുണ്ട്. നിങ്ങളെ വലം കയ്യിൽ കൊണ്ട് ചുമന്ന് നടന്ന രാഹുൽ ഗാന്ധി. ആ മനുഷ്യനെ എങ്കിലും നിങ്ങൾ ഓർത്ത് അയാളുടെ മാനമെങ്കിലും രക്ഷിക്കും. നിങ്ങളിതിൽ നിന്ന് പിന്മാറി എല്ലാവരും സന്തോഷത്തോടു കൂടി ഈ സതീശനെ മുഖ്യമന്ത്രി കസേരയിൽ പിടിച്ചിരുത്ത്. കേരളത്തിന്റെ ജനത്തിന്റെ പിന്തുണ മുഴുവനും സതീശനാണ്, അല്ലാതെ ചെന്നിത്തലയ്ക്കോ അല്ലെങ്കിൽ വേണുഗോപാലിനോ ഒന്നുമല്ല. ഇത് പാർട്ടി തിരിച്ചറിയണ. നീയൊക്കെ എവിടുത്തെ എന്താ ഇതിന് പറയണേ?